Welcome to my channel. So today we are going to discuss our lesson Organic Chemistry, the basic principles and technique എന്ന് പറഞ്ഞ ഒരു ലെസൺ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് മെനി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദാറ്റ് ലെസൺ. അപ്പോൾ അതിൽ എന്നും കൺഫ്യൂഷൻ ആണ്, ഇത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് അല്ല, ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇന്ന് വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഓരോ കോൺസെപ്റ്റ്സും നമ്മൾ ഇനി ഓർഗാനിക് എടുക്കുമ്പോൾ ഈ പേര് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം, കാർബാനയോൺ ഇതൊക്കെ പറയുമ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ന്യൂക്ലിയോഫൈൽ, എന്താണ് ഇലക്ട്രോഫൈൽ. അപ്പം ഇത് അറിയാൻ മാത്രമല്ല, ഇൻ കേസ് നമുക്ക് എക്സാമിനും ചോദിക്കാം വാട്ട് ഇസ് മെൻ ബൈ ന്യൂക്ലിയോഫൈൽ, റൈറ്റ് എക്സ്പ്ലെയിൻ വിത്ത് ബൈ കൺസിഡറിങ് 2 examples, or what is meant by carbocation, or what is the difference between carbocation and the carbanion. ഇതൊക്കെ ചോദിക്കാം. അപ്പം നല്ലോണം ശ്രദ്ധിച്ചോളൂ, വളരെ സിമ്പിൾ, ഏത് ചെറിയ കുട്ടിക്ക് വരെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ ക്ലാസ്സിൽ നിന്ന് മാത്രം പഠിച്ചാൽ മതി, പിന്നെ നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഹെഡിങ്ങിൽ കാണാം ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് ഇൻഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ആണ്. അപ്പം നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഒരു ഓർഗാനിക് റിയാക്ഷൻസിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും അല്ലേ. സോ ദീസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് റിയാക്ട് വിത്ത് എ സ്യൂട്ടബിൾ അറ്റാക്കിംഗ് റിയേജൻറ്റ്. അതായത് ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ഓർഗാനിക് മോളിക്യൂളിൻ്റെ മുകളിലേക്ക് ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വന്ന് അറ്റാക്ക് ചെയ്യും. സോ ദീസ് ഓർഗാനിക് മോളിക്യൂൾ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സബ്സ്ട്രേറ്റ്. എന്താ പറയുക ഈ ഓർഗാനിക് മോളിക്യൂളിന്? സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് ഓൺ വിച്ച് an attacking reagent attacks, or the substrate is the substance in a chemical reaction which undergo or which is attacked by an attacking agent. അതിനാണ് നമുക്ക് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അവിടേക്ക് ആരാ വരുന്നത്? ഒരു അറ്റാക്കിംഗ് ഏജൻറ്റ് വരും. ആരാണ് ഒരു അറ്റാക്കിംഗ് ഏജൻറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഏജൻറ്റ്സ് ആണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോഫൈൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ. ഇനി ഇവർ അറ്റാക്ക് ചെയ്ത് ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണോ ചെയ്യുക? Some cases directly product formation നടക്കും. പക്ഷേ most of the cases we can say in between some intermediate will be formed. അതായത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ അൺസ്റ്റേബിൾ ആവുന്നതുകൊണ്ട് എന്താ, അവർ പെട്ടെന്ന് തന്നെ വീണ്ടും ഒന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ അവർ തമ്മിലൊരു റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടോ വി വിൽ ബി ഗെറ്റിംഗ് പ്രോഡക്ട്സ് എലോങ് വിത്ത് ബൈ പ്രൊഡക്ട്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്നത്? An organic reaction is taking place by an attacking reagent attacks a substrate, and during this process an unstable intermediate will be formed which is consumed or which undergo rearrangement, which is consumed in the next step. അതായത് അടുത്ത സ്റ്റെപ്പിൽ അത് കൺസ്യൂം ചെയ്ത് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് പോകും, or it undergo rearrangement and we will be getting products മാത്രമായിരിക്കും. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പല റിയാക്ഷനിൽ മെയിൻ പ്രൊഡക്റ്റ് അതിനോടൊപ്പം തന്നെ കുറേ കുഞ്ഞു പ്രൊഡക്ട്സ്, സ്മോൾ എമൗണ്ട് ഓഫ് ബൈ പ്രൊഡക്ട്സ് വിൽ ബി ഫോം. സോ an organic റിയാക്ഷൻ നടക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവും, ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് ഉണ്ടാവും, ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും, ആൻഡ് ദി പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് വിൽ ബി ഫോം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. ഇതൊക്കെ സിമ്പിളാട്ടോ, കൂടുതലൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല. ഇനി എന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, എന്താണ് ഓർഗാനിക് റിയാക്ഷൻ? യൂഷ്വലി ഹൈഡ്രോ കാർബൺസ് ആകുമ്പോൾ ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ദ കോമ്പൗണ്ട് ഇൻ വിച്ച് കാർബണിൻ്റെ ബ്രേക്കിങ്ങും മേക്കിങ്ങും നടക്കുന്ന ആ കോമ്പൗണ്ടിനെ നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് പറയുകയാണ് കേട്ടോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം CH3Br പ്ലസ് KOH എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് അറ്റാക്കിംഗ്, ഇതാണ് സബ്സ്ട്രേറ്റ്. ഇതിൻ്റെ മുകളിലേക്ക് ഇവർ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് വി വിൽ ബി ഗെറ്റിംഗ് പ്രൊഡക്റ്റ്. പക്ഷേ നമ്മൾ ഇനി ഒരു റിയാക്ഷൻ പഠിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് റിയാക്ഷൻ മെക്കാനിസം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ റിയാക്ഷൻ മെക്കാനിസം അല്ലേ? അപ്പോൾ എന്താണ് റിയാക്ഷൻ മെക്കാനിസം? ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ വിച്ച് ഷോസ് ഹൗ എ റിയാക്ഷൻ ഇസ് പ്രൊസീഡിങ്. അതായത് ഒരു ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ വിച്ച് ഹൗ എ റിയാക്ഷൻ ഇസ് പ്രൊസീഡിങ്, ഒരു റിയാക്ഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓർ ദ സീക്വൻസ് ഓഫ് എലിമെൻ്ററി സ്റ്റെപ്പ്, 1 by step, അതായത് എലിമെൻ്ററി സ്റ്റെപ്പ് ബൈ വിച്ച് എ റിയാക്ഷൻ ഒക്കേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്ഷൻ മെക്കാനിസം. അപ്പോൾ അതിൽ ഞാൻ കാണിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് attacking by an agent, second step rearrangement, third step അതിൽ നിന്ന് എന്തൊക്കെ എലിമിനേഷൻ, ആൻഡ് ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് ദ പ്രൊഡക്റ്റ്.
അങ്ങനെ ഞാൻ കാണിച്ചു തന്നിട്ട്. അപ്പോൾ എന്താണ് റിയാക്ഷൻ മെക്കാനിസം? ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഒരു സീക്വൻസ് ഓഫ് എലിമെൻ്ററി സ്റ്റെപ്പ് ബൈ വിച്ച് റിയാക്ഷൻ ഒരു റിയാക്ഷൻ എങ്ങനെ ഒക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള കുറേ എലിമെൻ്ററി സ്റ്റെപ്പിൻ്റെ ഒരു സീക്വൻസ് ആണ് റിയാക്ഷൻ മെക്കാനിസം. ചിലത് 5 to 6 സ്റ്റെപ്സ് ഉണ്ട്, ചിലപ്പം 2 or 3 സ്റ്റെപ്പിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ചില റിയാക്ഷൻസ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊക്കെ 1 സ്റ്റെപ്പ് റിയാക്ഷനിലും പ്രൊസീഡ് ചെയ്യുന്നതുണ്ട്. റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ നടന്ന് ഒരു സബ്സ്ട്രേറ്റും അറ്റാക്കിംഗ് ഏജൻറ്റും കൂടെ നടന്നു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് എൻ ഇൻ്റർമീഡിയറ്റ്, അതായത് നടുവിൽ ഒരാളെ കിട്ടും. അയാളല്ല നമ്മുടെ പ്രോഡക്റ്റ്, അദ്ദേഹം എന്ത് ചെയ്യും, അയാളായിരിക്കും പെട്ടെന്ന് റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് മേക്കിംഗ് ഓഫ് ബോൺസ് ഒക്കെ അവിടെ നടന്നിട്ട് പുതിയ പ്രൊഡക്റ്റിന്, അതായത് ഫൈനലി വി ആർ ഗെറ്റിംഗ് ദ പ്രൊഡക്റ്റ്. സോ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഇസ് എ കെമിക്കൽ സ്പീഷീസ് ദാറ്റ് ഇസ് ഫോംഡ് ഇൻ 1 എലിമെൻ്ററി സ്റ്റെപ്പ്. അതായത് നമ്മൾ പറഞ്ഞു ഓരോരോ സ്റ്റെപ്പ് നടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ചില കേസിൽ കാർബണിന് പോസിറ്റീവായിട്ടുള്ള കാർബോകാറ്റിയോണിൻ്റെ ഫോർമേഷൻ അങ്ങനെയൊക്കെ കാണുന്നില്ല. അപ്പം അത് ഒരു സ്റ്റെപ്പിൽ ഫോം ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, അതിനെ കൺസ്യൂം ചെയ്ത് പോകും. അതായത് അത് അടുത്ത സ്റ്റെപ്പിൽ വേറെ റിയേജൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന തന്നെ റീഅറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ യൂസ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പ്രൊഡക്റ്റിനെ കിട്ടുമായിരിക്കും. സോ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഇസ് എ കെമിക്കൽ സ്പീഷീസ് ദാറ്റ് ഇസ് ഫോംഡ് ഇൻ 1 എലിമെൻ്ററി സ്റ്റെപ്പ് ആൻഡ് കൺസ്യൂംഡ് ഇൻ ദ കോൺസിക്വൻറ്റ് സ്റ്റെപ്സ്. അതായത് ഒരു സ്റ്റെപ്പിൽ അത് ഉണ്ടാവും, അതേപടി എന്താവും, അത് കൺസ്യൂം ചെയ്ത് പോയിട്ട് അടുത്ത കോൺസിക്വൻറ്റ് സ്റ്റെപ്പിൽ അത് കൺസ്യൂം ചെയ്ത് പോയിട്ട് വി വിൽ ബി ഗെറ്റിംഗ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അറ്റാക്കിംഗ് ഏജൻസിനെ കൊടുത്തിട്ട്, അതായത് ദ സബ്സ്റ്റൻസ് വിച്ച് അറ്റാക്ക് ഓൺ ദി സബ്സ്ട്രേറ്റ്. അപ്പോൾ ഈ അറ്റാക്കിംഗ് ഏജൻസ് പല ടൈപ്സിലുണ്ട്. അറ്റാക്കിംഗ് ഏജൻറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ ഒന്ന് പോസിറ്റീവായിട്ടുള്ള അറ്റാക്കിംഗ് ഏജൻസ് ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള അറ്റാക്കിംഗ് ഏജൻസ് ഉണ്ട്, ന്യൂട്രൽ ആയിട്ടുള്ള അറ്റാക്കിംഗ് ഏജൻസും ഉണ്ടാവും. വി ക്യാൻ ക്ലാസിഫൈ ദിസ് അറ്റാക്കിംഗ് ഏജൻസ് mainly into 2 types. ദാറ്റ് ഇസ് ഇലക്ട്രോഫൈൽ. ഏറ്റവും സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ഇലക്ട്രോഫൈൽസും ഉണ്ട്, ന്യൂക്ലിയോഫൈൽ. ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ടു ഐഡൻറ്റിഫൈ ബോത്ത്. ആൻഡ് ഇഫ് എ ക്വസ്റ്റൻ ആസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ, ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ഓൾസോ. സോ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, എന്താണ് ഇലക്ട്രോഫൈൽ, എന്താണ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു അറ്റാക്കിംഗ് ഏജൻ്റാണ്, ഇവരാണ് അറ്റാക്ക് ചെയ്യുക. ഇവരെന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഒരു കൺട്രീന് ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? അവർക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ബ്രിട്ടീഷ് അല്ലേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താ, നമ്മുടെ കയ്യിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു പറയുന്നില്ല, നമുക്ക് കുറേ സ്പൈസസ് ഉണ്ട്, അത് വേണം, അങ്ങനെ കുറേ കോൺസെപ്റ്റ് ആയിട്ടാണല്ലോ അവർ വരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, അവരുടെ കയ്യിലില്ല, അതുകൊണ്ടാണല്ലോ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അതേപോലെ തന്നെയാണ് ഇലക്ട്രോഫൈൽസ്. ഇലക്ട്രോൺ ലവിങ് ആണ്, അവർക്ക് ഇലക്ട്രോണെ ഭയങ്കര ഇഷ്ടമാണ് ഇലക്ട്രോഫൈൽസ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടം? ബിക്കോസ് ദേ ഹാവ് എ ഷോർട്ടേജ് ഓഫ് ഇലക്ട്രോൺ. സോ വാട്ട് ഇസ് മെൻ ബൈ ഇലക്ട്രോഫൈൽ? ഇലക്ട്രോഫൈൽസ് ആർ attacking agents which needs a pair of electron or which are deficient of electrons. So electrophiles are those compounds or agents which are deficient of electrons കുറവുള്ള ആൾക്കാർ. ഇലക്ട്രോൺസ് കുറവുള്ള ആൾക്കാർ എന്ത് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക? നമുക്കറിയാം ഒരു ആറ്റത്തിൽ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പർ സെയിം ആയിരിക്കും, അതായത് രണ്ടാളും ന്യൂട്രൽ ആയിരിക്കും. പക്ഷേ ഇപ്പം ഇലക്ട്രോണിൻ്റെ നമ്പർ കുറവാണെങ്കിൽ അവിടെ ആരെ നമ്പർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക? പ്രോട്ടോണിൻ്റെ നമ്പർ. എപ്പോഴും ഒരു ആറ്റം ന്യൂട്രൽ ആയിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് ബോത്ത് പോസിറ്റീവ് ചാർജ്ഡ് proton and negatively charged electrons are having the same number. But ഇതിൽ ഏതെങ്കിലും ഒരാളത് കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു ചാർജ് കൂടുതൽ നിൽക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആറ്റംസിനെ നമ്മൾ എന്ത് പറയും? they will be having അത് പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് ആയിരിക്കും അല്ലേ, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. അപ്പം ഇലക്ട്രോഫൈൽസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വിച്ച് എല്ലാ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസും ഇലക്ട്രോഫൈൽ ആണ് അല്ല. positively charged particle which have a tendency to accept a pair of electrons. Such agents we can call it as electrophile. അപ്പോൾ വിചാരിക്കും വെറും പോസിറ്റീവ്ലി ചാർജ്? നോ, there are electrophiles which are ന്യൂട്രൽ എന്ന് പറയുമ്പം they also requires a pair of electron. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് കിട്ടി? what is meant by electrophile? Electrophiles are negatively charged species. Okay, they have a tendency to accept എല്ലാ നെഗറ്റീവ് electrophiles are negatively electrophiles are positively charged species which have a greater tendency to accept a pair of electron, or they are electron deficient species. There are mainly 2 types of electrophiles that are positively charged and neutral. Positively charged ആയിട്ടുള്ള നമുക്ക് ഇലക്ട്രോഫൈൽസിന് ഏതൊക്കെ എക്സാമ്പിൾ ഉണ്ട്?
പിന്നെ NO പ്ലസ്, NO2 പ്ലസ്, ഇതൊക്കെ എന്താണ്? ദീസ് ഓൾ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ലവിങ് ഗ്രൂപ്പ് ബിക്കോസ് ദേ നീഡ് ഇലക്ട്രോൺ. ഇവരൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്? ഇലക്ട്രോഫൈൽസ്. അപ്പം ന്യൂട്രൽ ആയിട്ട് ആരൊക്കെ ഉണ്ട്? നമ്മുടെ BF3. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇതാവുന്നത് അല്ലേ? BF3, FeCl3, AlCl3. These all are examples for neutral electrophile. They need a pair of electrons. അതെങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞത്? Why BF3 act as an electrophile? ബോറോൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. അപ്പോൾ 1s2, 2s2, 2p1. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ എത്ര ഉണ്ട്? 3 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അവരല്ലേ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ഒരു ഇലക്ട്രോണ് ഫ്ലൂറിനുമായിട്ട് വന്ന് ഫ്ലൂറിൻ്റെ ഒരു ഇലക്ട്രോണും ഉണ്ടാവും. ഇതാ ഒരു ഇലക്ട്രോൺ ബോറുണ്ട്, ഒരു ഇലക്ട്രോൺ. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് ബോളും, അതായത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും? 1 2 3 4 5 6. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു ആറ്റത്തിനും 8 ഇലക്ട്രോൺസ് കിട്ടുമ്പോഴാണ് അതിനൊരു സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പോൾ ഇതിന് എത്ര ഇലക്ട്രോണും കൂടെ വേണം? It has a tendency to accept 2 more electrons. So these neutral compounds will act as an electrophile. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇവർ എവിടെയാണ് അറ്റാക്ക് ചെയ്തത്? അറ്റാക്ക് ഇൻ ദ മോസ്റ്റ് ഇലക്ട്രോൺ ഡെൻസ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ മുകളിൽ പോയിട്ട് അവർ ഡയറക്റ്റ്ലി പോയി അറ്റാക്ക് ചെയ്യും. ബിക്കോസ് they requires electron. So they directly move on to the compound on which they will get electron. അതായത് മോർ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ റീജിയണിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, whether Na plus and Ca2 plus is these two are ഇലക്ട്രോഫൈൽസ്. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ഇലക്ട്രോഫൈൽസ്. അല്ല, ഞാൻ പറഞ്ഞു പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ലവിങ് ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോഫൈൽസ്. വൈ Na പ്ലസ് ഇസ് നോട്ട് എൻ ഇലക്ട്രോഫൈൽ? എന്തുകൊണ്ടാണ് വെച്ചാൽ Na എന്ന് പറഞ്ഞ ആളുടെ ആറ്റോമിക് നമ്പർ 11 ആണ്. Na പ്ലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 പ്രോട്ടോൺ 11 ഇലക്ട്രോൺ ആണ് അല്ലേ? Na പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രോൺ ഇല്ല, അതായത് 10 ഇലക്ട്രോണേ ഉള്ളൂ. 10 ഇലക്ട്രോൺ ആണെങ്കിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി വെക്കുക. 1s2, 2s2, 2p6. ഓക്കെ, 6 7 8 9 10. ഇനി ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ നോക്കൂ. എത്ര ഇലക്ട്രോൺ ഉണ്ട് ഔട്ടറിൽ? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഔട്ടർ മോസ്റ്റിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ള ആർക്കെങ്കിലും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? വെദർ ദേ നീഡ് ഇലക്ട്രോൺ? അല്ല. ദാറ്റ് ഇസ് ദ റീസൺ വൈ Na പ്ലസ് ഇസ് നോട്ട് ആൻ ഇലക്ട്രോഫൈൽ, ബിക്കോസ് ദേ ഡോണ്ട് നീഡ് ഇലക്ട്രോൺ. അപ്പോൾ Ca2 പ്ലസിൻ്റെ കാര്യമോ? കാൽഷ്യം ഇറ്റ് ഇസ് 20. 1s2, 2s2, 2p6, 2 4, 3s2, 2 4 6 12, 12 plus 6 is 18, 3p6. ഓക്കെ, ഇതാണ് കാൽഷ്യം. Ca2 പ്ലസ് നോക്കൂ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. Ca2 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഇലക്ട്രോൺസ് ഉണ്ടാവത്തുള്ളൂ അല്ലേ? 20 ന്ന് 2. അപ്പോൾ ഇത് പോയി. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 electron. So whether calcium will have a tendency to accept a pair of electron? No, Ca2 plus does not have a tendency to accept a pair of electron. That is why it cannot act as a ഇലക്ട്രോഫൈൽ. മനസ്സിലായോ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്? അപ്പം ഇത്രയുമാണ് ഇലക്ട്രോഫൈൽസ്. അപ്പം ന്യൂക്ലിയോഫൈൽസ് എന്താ? ന്യൂക്ലിയസ് ലവിങ്. ന്യൂക്ലിയസിന് ലവ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. ന്യൂട്രോൺ ന്യൂട്രലാണ്. അപ്പോൾ പ്രോട്ടോൺസ് ലവിങ്. പ്രോട്ടോൺ ലവിങ് എന്ന് മീൻസ് എന്താ? ന്യൂക്ലിയസ് ലവിങ് ആണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ്? എക്സ്ട്രാ ആയിട്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരാളെ ഇഷ്ടമുള്ളത്. കാരണം ഓൾറെഡി അവരുടെ കയ്യിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ന്യൂക്ലിയോഫൈൽസ് ആർ ന്യൂക്ലിയസ് ലവിങ് ഗ്രൂപ്പ്. എന്താണ്? ന്യൂക്ലിയസ് ലവിങ് ഗ്രൂപ്പ്. ഓർ ദേ ഹാവ് എ പെയർ ഓഫ് എക്സ്ട്രാ ഇലക്ട്രോൺ ഇൻ ദം. അവരുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ന്യൂക്ലിയോഫൈൽസ് ആർ ന്യൂക്ലിയസ് ലവിങ് ഗ്രൂപ്പ്. ലവിങ് ഗ്രൂപ്പ് തന്നെ അവർ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവരുടെ കയ്യിൽ ആരാ കൂടുതലായിട്ടുള്ളത്? നെഗറ്റീവ് ചാർജ്. സോ ദേ ഹാവ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. അവരുടെ കയ്യിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇനി അവർ അതായത് ഇപ്പം ഞാൻ പറഞ്ഞു അവരുടെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ എന്ത് ചാർജ്ഡ് ആയിരിക്കും? ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെറും നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് അല്ല, ന്യൂട്രൽ സ്പീഷീസും എന്തുണ്ട്? ക്യാൻ ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽ. ഏതൊക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്? നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള OH മൈനസ്, CN മൈനസ്,
all these can act as a nucleophile. ഈ മൈനസ് എന്ന് കാണിക്കാൻ they have extra electron in them, so they can participate or they can act as a nucleophile or they can donate a pair of electron. ഇനി ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ് ആണ് H2O, പിന്നെ NH3, പിന്നെ നമ്മുടെ R3 എന്നത് ജസ്റ്റ് അമീൻസ് ആണ്, പിന്നെ RCN. ഇതിലൊക്കെ എന്തുണ്ട് നമുക്കറിയാം, ഇവരിലൊക്കെ എക്സ്ട്രാ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ദേ ഓൾ ക്യാൻ ആക്ട് ആസ് എ nucleophile. അപ്പോൾ എന്താണ് nucleophile? Nucleophiles are nucleus loving group. They have an extra pair of electron which they can easily donate. പിന്നെ നെഗറ്റീവ്, there are mainly two types of nucleophile, negatively charged and neutral species. നെഗറ്റീവ്ലി ചാർജ് ആണ് നമ്മുടെ CN-, OH- ഒക്കെ വരുന്നത്. പിന്നെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൽ ഡിഫറൻസ് മനസ്സിലായ, വൺ ഇസ് ഡെഫിഷ്യൻ്റ് ഓഫ് ഇലക്ട്രോൺ വിച്ച് ഇസ് ഹാവിങ് എ പെയർ ഓഫ് എക്സ്ട്രാ ഇലക്ട്രോൺ. യൂഷ്വലി ദേ ആർ പോസിറ്റീവ്ലി ആൻഡ് ന്യൂട്രൽ പാർട്ടിക്കൽ, ദേ ആർ നെഗറ്റീവ്ലി ആൻഡ് ന്യൂട്രൽ സ്പീഷീസ് ആൻഡ് ദേ ആർ ഇലക്ട്രോൺ. അവർക്ക് എന്തായിരിക്കും, അവർക്ക് ഡെഫിഷ്യൻ്റ്, ദേ ആർ ഇലക്ട്രോൺ ലവിങ് ആണ്, ദിസ് ഇസ് ന്യൂക്ലിയസ് ലവിങ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും. ഇനി എന്ത് കെമിക്കൽ റിയാക്ഷൻ ഞാൻ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ്, അവരുടെ കയ്യിൽ ഇലക്ട്രോൺ കുറവാണ്. ന്യൂക്ലിയോഫൈൽ ന്യൂക്ലിയസ് ലവിങ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇലക്ട്രോൺസ് കൂടുതലാണ്. ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും കേട്ടോ. അപ്പോൾ എന്താണ് ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ റിയാക്ഷൻ എന്താ, ഒരു റിയാക്ഷനിൽ ഞാൻ പറഞ്ഞു കാർബണിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് വാട്ട് ഇസ് മെൻ ബൈ ബോണ്ട് ഫിഷൻ. എന്താണ് ബോണ്ട് ഫിഷൻ? ബ്രേക്കിംഗ് ഓഫ് ബോൺസ് അല്ലേ. ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ഇസ് നോൺ ആസ് ബോണ്ട് ഫിഷൻ. അതിപ്പോൾ ഇത്ര പഠിക്കാനുണ്ടോന്നല്ലേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അത് പഠിക്കാനുണ്ട്. ഇതാ ഓക്കെ, ഇതിൻ്റെ പേരെന്താ? മെത്ത് എത്ത് ഈത്തീൻ. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചോ കേട്ടോ, ഏറ്റവും സിമ്പിളായിട്ട്. ഈ രണ്ടെണ്ണത്തിനും അറ്റാക്കിംഗ് ഏജൻറ്റ് വന്നിട്ട് ഇവരെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ദ ബ്രേക്കിംഗ് ഓഫ് ബോണ്ട് ക്യാൻ ബി ഐദർ ഇറ്റ് ക്യാൻ ബി ഇൻ ടു വേസ്, രണ്ട് തരത്തിൽ നടക്കാം. ഒരു ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബോണ്ട് ഇസ് ഫോം ബൈ ദ, അതായത് ഒരു കോവലൻ ബോണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു കോവലൻ ബോണ്ട്, അതായത് ഒരു കോവലൻ ബോണ്ട്സ് ആണ്. കോവലൻ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്തത്? ആ കോവലൻ ബോണ്ട് ഇസ് ഫോം ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. മ്യൂച്വലി ഇലക്ട്രോൺസ് രണ്ട് പേരും ഷെയർ ചെയ്തിട്ട് ഒരു കോവലൻ്റ് ബോണ്ട് ഉണ്ടാകുന്നത്. ഒരു ബോണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ബ്രേക്ക് ചെയ്യാം. ഒന്നും വേണ്ട, ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ. ഒരു ചോക്ലേറ്റ് കയ്യിൽ കിട്ടി, രണ്ട് പേരുണ്ട്. അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അത് രണ്ടാളും കൂടെ കറക്റ്റായിട്ട് നടുമുറിച്ചിട്ട്, അതായത് ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആ ചോക്ലേറ്റ് എടുത്ത് കണ്ട് വായിലിട്ട്, അപ്പോൾ ഒരാൾക്ക് കിട്ടി, മറ്റേയാൾക്ക് കിട്ടില്ല. ഇനി രണ്ട് തരത്തിൽ ഒരു സാധനം നമുക്ക് ഷെയർ ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം രണ്ട് തരത്തിൽ നടക്കാം. വൺ ഇസ് നോൺ ആസ് ഹോമോളിറ്റിക് ഫിഷൻ. എന്താ ഫിഷൻ? ഇറ്റ്സ് എ ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്. ഹോമോളിറ്റിക്കും നടക്കാം, ഒന്ന് ഹെട്രോളിറ്റിക് ഫിഷനും നടക്കാം. പേരും തന്നെ ക്ലിയർ ആണ്, ഹോമോളിറ്റിക്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു ചോക്ലേറ്റ് ഇട്ട് രണ്ടാളും ഈക്വലി ഷെയർ ചെയ്യുന്നത്, അതാണ് ഹോമോളിറ്റിക്. രണ്ടാൾക്കും പ്രശ്നമില്ല, രണ്ടാളും ഈക്വലി കിട്ടുകയാണ്. സോ വാട്ട് ഇസ് മെൻ ബൈ ഹോമോളിറ്റിക് ഫിഷൻ? ഹോമോളിറ്റിക് ഫിഷൻ ഇസ് ദോസ് ഓർ ദ ബോണ്ട് ബ്രേക്കേജ് ഇൻ വിച്ച് ബോത്ത് ദി ആറ്റം, അതായത് ബോണ്ട് ഉണ്ടാക്കിയ ബോത്ത് ദി ആറ്റം ഗെറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ. അവർക്ക് രണ്ടാൾക്കും ഈക്വലി ആ ഇലക്ട്രോൺ കിട്ടുക. ഇതാണ് ഒരു ബോണ്ട് അല്ലേ. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾ, ഈ കാർബണും കൊടുത്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യണ സമയത്ത് ഈ കാർബണിൻ്റെ ഇലക്ട്രോണും ഈ കാർബണിൻ്റെ ഇലക്ട്രോണും കിട്ടുകയാണ്. അപ്പോൾ അവിടെ എന്തായി, അവിടെ ആർക്കും പ്രശ്നമില്ല. ദി ആർ ഗെറ്റിംഗ് ഓർ ദ ബ്രേക്കേജ് ഇസ് ടേക്കിംഗ് ഹോമോളിറ്റിക്കലി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? CH3 ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയത് അവിടെ ഒരു കുത്തിട്ട് കാണിക്കും. അടുത്തത് എന്തുണ്ടാവും? CH. ഓക്കെ, ഇതാണ് ഹോമോളിറ്റിക് ഫിഷൻ. അപ്പോൾ എന്താണ് ഹോമോളിറ്റിക് ഫിഷൻ? മെൻ ബൈ ഹോമോളിറ്റിക് ഫിഷൻ, ഇൻ ഹോമോളിറ്റിക് ഫിഷൻ വൺ ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ബോണ്ടഡ് പെയർ മൂവ് ടു ദ ടു മൂവ് ഈക്വലി ടു ദി ടു ബോണ്ടഡ് ആറ്റംസ്. അതായത് ഇവരുടെ കയ്യിൽ ഓരോരുത്തരെയും ഇലക്ട്രോൺ ഈക്വലി രണ്ടാൾക്കും കിട്ടും. ഇതാണ് ഹോമോളിറ്റിക് ഫിഷൻ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? വി ആർ ഗെറ്റിംഗ് എ ന്യൂട്രൽ സ്പീഷീസ്. ചാർജ്ഡ് ആണോ? അല്ല, കാർബണിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഇലക്ട്രോൺ അത് വെച്ചിട്ടായിരുന്നു ഒരു ഷെയർ ചെയ്ത്, അത് തിരിച്ച് അതിന് ഈക്വൽ ആയി കിട്ടി. സോ ദ ന്യൂ ഫോം ഇവിടെ കിട്ടുന്ന സാധനത്തിന് നമ്മൾ പറയും ദേ ആർ ന്യൂട്രൽ സ്പീഷീസ് വിച്ച് വി ആർ ഗെറ്റിംഗ്. ദാറ്റ് ഈസ് ആഫ്റ്റർ ഹോമോളിറ്റിക് ഫിഷിംഗ് വി ആർ ഗെറ്റിംഗ് ന്യൂട്രൽ സ്പീഷീസ് ആണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സിംഗിൾ ഇലക്ട്രോൺസ് അല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പം യൂഷ്വലി ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ആരോ വെച്ചിട്ടാണ് കാണിക്കുക. ഈ സിംഗിൾ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ആരോ ഫുൾ ആരോ അല്ല കാണിക്കുക.
ഹാഫ് ആരോ, അതായത് ഒരു ഫുൾ ആരോ തന്നെ ഇങ്ങനെ. അപ്പോൾ 2 ഇലക്ട്രോൺ മൂവ് ചെയ്യണം. ഒറ്റ ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇത്രയേ കാണിക്കത്തുള്ളൂ, അതായത് ഒരു ആരോ ഇട്ടിട്ട് അതിൻ്റെ പകുതി. ഓക്കെ, ഇറ്റ് ഇസ് ഷോൺ ബൈ ആൻ ഹാഫ് ആരോ. ഇനി ഇങ്ങനെ കിട്ടുന്ന ന്യൂട്രൽ സ്പീഷീസിന് നമ്മൾ പറയുന്ന പേരാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രീ റാഡിക്കൽ. നമ്മൾ ഈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ബേസിക് എടുക്കുമ്പോൾ പറയും എന്താണ് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ ഇസ് എ ഇൻ്റർമീഡിയറ്റ് ഫോം ഡ്യൂറിങ് ഹോമോളിറ്റിക് ഫിഷൻ. ദേ ആർ ന്യൂട്രൽ സ്പീഷീസ്. എന്താണ് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുക എങ്ങനെ? ഹോമോളിറ്റിക് ഫിഷൻ വഴി. അവർ ചാർജ്ഡ് ആണോ? അല്ല, ദേ ആർ ന്യൂട്രൽ സ്പീഷീസ് ആണ്. ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് വെരി റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഇവരൊരു റിയാക്ഷൻ്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ഒരു റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് ആണ്. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ദേ റെഡിലി അണ്ടർഗോ റിയാക്ഷൻ. സോ ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് വെരി റിയാക്റ്റീവ്. നല്ല റിയാക്റ്റീവ് ആണ്, ഹൈലി അൺസ്റ്റേബിളുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതിൽ ഓരോ പോയിന്റ്സ് എന്താ വെച്ചാൽ ഞാൻ ടെക്സ്റ്റിൽ ഇനി ഒന്നും മിസ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഓരോന്നും പറയണത്. അപ്പോൾ ദിസ് ഇസ് നോൺ ആസ് ഫ്രീ റാഡിക്കൽസ്. എന്താണെന്ന് മനസ്സിലായി. ഇനി ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. നമ്മൾ പ്രൈമറി കാർബൺ, സെക്കൻഡറി കാർബൺ എന്നൊക്കെ പറഞ്ഞ പോലെ പ്രൈമറി കാർബൺ ആറ്റം എന്ന് പറഞ്ഞ പോലെ പ്രൈമറി ഫ്രീ റാഡിക്കൽ ഉണ്ട്. ഇതെന്താ പ്രൈമറി ഫ്രീ റാഡിക്കൽ? ബിക്കോസ് ദ കാർബൺ ആറ്റം, അതായത് ദ ഫ്രീ റാഡിക്കൽ കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു എനദർ വൺ കാർബൺ ആറ്റം. അതെന്താ? ഇത് പ്രൈമറി ഫ്രീ റാഡിക്കൽ. അടുത്തത് സെക്കൻഡറി എന്ന് പറയുമ്പം, കാരണം ഇവിടെ ഇപ്പം CH3 ആയിരുന്നെന്ന് വിചാരിക്കാം, ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അതുകൊണ്ടാണ് എന്തായത് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ CH2 ഇത് RCH3 CH2. ഇനി അടുത്ത എന്ന് പറയുന്നത് CH3 2 3. ഓക്കെ, this is secondary free radical because the carbon on which the unpaired electron or the unpaired എന്ന് പറയാൻ പറ്റില്ല, that is one extra electron present is attached to 2 other carbon atom. ഇനി എന്താണ് CH3C? ഇതോ this is tertiary free radical. So primary free radical, secondary free radical and tertiary. Very important point ആണ് പറയാൻ പോകുന്നത്. The stability of free radical increases as we move from primary to tertiary, or the tertiary free radical is more stable than that of primary free radical. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, arrange these in the increasing order of their stability. 1 മാർക്കിന് വരെ ചോദിക്കാം. Tertiary free radical is more stable than that of secondary, which in comes secondary is more stable than that of primary. ഇനി മീഥൈൽ റാഡിക്കൽ ഉണ്ടെങ്കിൽ ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ അവരാണ്, പിന്നെ ഇവർ. അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ അവിടെ +I എഫക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്? അത് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ ടെർഷറി ഫ്രീ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി, വിച്ച് ഇസ് സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി. പ്രൊസീഡ് ഫ്രം പ്രൈമറി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രീ റാഡിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഹോമോളിറ്റിക് ഫിഷൻ പറഞ്ഞേ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഹെട്രോളിറ്റിക് ഫിഷനാണ്. ഞാൻ എഴുതിയ എക്സാമ്പിൾ തന്നെ മതിയായിരുന്നു, ഹെട്രോളിറ്റിക്. അപ്പോൾ ഹെട്രോളിറ്റിക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ, ഒരു ചോക്ലേറ്റ് 2 ആൾക്ക് കിട്ടിയപ്പോൾ ഒരാൾ ഒറ്റയടിക്ക് എടുത്ത് കഴിച്ചാൽ, അതേപോലെ തന്നെ വെൻ ഹിയർ ദ ബോണ്ട് ബ്രേക്കിംഗ് ഇസ് ടേക്കിംഗ് പ്ലേസ്, ബോത്ത് ദ ഇലക്ട്രോൺസ് ആർ ടേക്കൺ എവേ ബൈ ദി മറ്റേയാൾ, അതായത് കൂടെ ഇരിക്കുന്ന ആൾ 2 കൂടെ ഇലക്ട്രോണിനെ എടുത്തു പോകും. 2 ഇലക്ട്രോൺ പോയതുകൊണ്ടാണ് ഞാൻ ഫുൾ ഹെഡഡ് ആരോ കാണിക്കുന്നത്. അപ്പം ഇയാൾ എന്താവും? ഇറ്റ് വിൽ ബി ഡിപ്രൈഡ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇല്ലാണ്ടായിപ്പോൾ, പാവം നല്ലപോലെ ഇലക്ട്രോൺ ഇവിടെ കൊടുത്തതായിരുന്നു, ആ ഇലക്ട്രോൺ പോയി. അപ്പോൾ അവിടെ എന്താവും? ഇറ്റ് വിൽ ബി ഫോമിങ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. എന്തായിരിക്കും? കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ്. ഈ കാർബണിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 2 3 4 5 6 അല്ലേ? സെക്സ്റ്ററ്റ് കാർബൺ, സെക്സ്റ്ററ്റ് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ അല്ലേ? സെക്സ്റ്ററ്റ് കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ്. ഇതിൻ്റെ പറയുന്ന പേരാണ് കാർബോകാറ്റയോൺ. പണ്ട് ഇതിനെ കാർബോണിയം എന്നും പറയും. എന്താ പറയുക? കാർബോണിയം, or it is known as carbocation. So what is meant by carbocation? Sextet carbon with a positively charged is known as a carbocation. How a carbocation is formed? A carbocation is formed by the
heterolytic fission in which one atom take away the shared pair of electron and thereby the carbon will be deprived of electron. കാർബണിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ടല്ലോ, അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കാർബണിന് അങ്ങനെ പറയുന്ന കാർബണിനെ പറയുന്ന പേരാണ് കാർബോകാറ്റയോൺ. നൗ യു ഗോട്ട് വാട്ട് ഈസ് മീൻ ബൈ കാർബോകാറ്റയോൺ. ഇതിനെ വെച്ച് നമ്മൾ കുറേ റിയാക്ഷൻസ് പറയാൻ പോകുന്നുണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ കാർബോകാറ്റയോൺ? അതിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും. ഇതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ദിസ് ഇസ് ഓൾസോ ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഹൈലി റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് ആണ് ഈ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയും, ഇതിനെയാണ് മീഥൈൽ കാർബോകാറ്റയോൺ എന്ന് പറയും, or മീഥൈൽ കാർബോണിയം അയോൺ എന്ന് പറയും. കാർബോണിയം എന്നും പറയും, കാർബോകാറ്റയോൺ എന്നും പറയും. ഇനി ഇവരെ സ്റ്റെബിലിറ്റിയും പറയണം. ആർക്കാണ് കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പ്രൈമറി കാർബോകാറ്റയോൺ ഉണ്ട്, സെക്കൻഡറി കാർബോകാറ്റയോൺ ഉണ്ട്, ടേർഷ്യറി കാർബോകാറ്റയോൺ, അങ്ങനെ പല കാർബോകാറ്റയോൺസും ഉണ്ട്. ഇതെന്ത് കാർബോകാറ്റയോൺ ആണ്? ദിസ് ഇസ് പ്രൈമറി കാർബോകാറ്റയോൺ. ഇതെന്ത് കാർബോകാറ്റയോൺ ആണ്? സെക്കൻഡറി. ദ കാർബൺ ടു വിച്ച് ദ പോസിറ്റീവ് ചാർജ് is attached to 2 other carbocation. Okay. ഇതേത് കാർബോകാറ്റയോൺ ആണ്? ദിസ് ഇസ് ടേർഷ്യറി which is more stable. That is compared, or the stability increases from primary to tertiary. So tertiary carbocation is more stable than that of secondary, and secondary is more stable than that of primary. നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഫ്രീ റാഡിക്കൽ പോലെ തന്നെയാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു റിയാക്ഷനിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ് ഉണ്ടാവാനാണ് കൂടുതൽ ശ്രമിക്കുക. സോ ദേ വിൽ ബി ഫോമിങ് ടേർഷ്യറി കാർബോകാറ്റയോൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ മെക്കാനിസം നമ്മുടെ ഹൈഡ്രോ കാർബൺ എടുത്ത സമയത്ത് പല കേസസിലും ഞാൻ പറഞ്ഞു ടേർഷ്യറി കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി എന്നൊക്കെ ഉള്ളത്. അപ്പം ഏതാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? Tertiary carbocation is more stable than that of secondary, which in turns are more stable than that of primary. ഇനി കാർബോകാറ്റയോണിൻ്റെ ഓർബിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഇതിൻ്റെ ഓർബിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 അല്ലേ, CH3+ ആണ് നമ്മുടെ. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ദിസ് ഇസ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണേറ്റാണ്, കാരണം 3 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്. അപ്പം ദിസ് ഇസ് sp2 കാർബോകാറ്റയോണിൻ്റെ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് മോളിക്യൂൾ വിച്ച് ഇസ് ഹാവിങ് എ പ്ലാനാർ ജോമെട്രി ഇൻ വിച്ച് ദ 3 will be having a trigonal planar geometry ആണ്. അപ്പോൾ ഇതിൽ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ വിച്ച് ഇസ് ലൈങ് പെർപെൻഡിക്കുലർ ടു ദിസ്. ഇത് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല, ഇതിൽ ഇലക്ട്രോൺ ഇല്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഇലക്ട്രോൺ ആണല്ലോ മറ്റേ ആൾ കൊണ്ടുപോയത്. സോ ഇറ്റ് ഇസ് ആൻഡ് ദീസ് sp2 hybridized orbital is attached with sigma 1s orbital of hydrogen atom and the unused p orbital which lie perpendicular to this sp2 hybridized orbital എന്താണ് വിത്ത് നോ ഇലക്ട്രോൺ ഇൻ ദാറ്റ് ഓർബിറ്റൽ, കാരണം അവിടെ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത് ഏതിനെ? കാർബോകാറ്റയോണിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ബോണ്ട് ഫിഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ ഡിപ്രൈവ് ചെയ്ത് പോയി, അതായത് ഇതിൻ്റെ കയ്യിൽ നിന്ന് പോയി. ദർ ഇസ് എ കേസസ് വേർ when it is attached to any other atom or group in which the carbon has a tendency to take the electron. നേരത്തെ കാർബണിനെ പറ്റിച്ച ഒരാൾ കൊണ്ടുപോയല്ലോ. ഇൻ സം കേസസ് കാർബൺ ഈസ് അറ്റാച്ച് ടു ആൻ ഇലക്ട്രോൺ, അത്ര ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ലാത്തൊരു ആറ്റത്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കാർബൺ ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ദ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ എന്ത് പറ്റും? കാർബൺ ആൾ സൂപ്പർ അല്ലേ, it will be having a pair of electrons, so it will be having a negative charge, and this is known as carb anion or കാർബാനയോൺ എന്നാണ് നമ്മളിതിനെ പറയുക. നേരത്തെ കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം എന്ന് പറയും, ഇതിനെ നമ്മൾ കാർബാനയോൺ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഒരു കാർബോനയോൺ? കാർബാനയോൺ is a reactive intermediate formed during heterolytic fission in which the carbon atom take away the pair of electron which is bonded with the other atom. ഇതാണ് കാർബാനയോൺ. ഇതും അതേപോലെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്തൂടെ? പ്രൈമറി കാർബാനയോൺ, സെക്കൻഡറി കാർബാനയോൺ. നല്ലോണം ശ്രദ്ധിക്കണേ. This is primary carbanion. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മൾ. Primary carbanion, secondary carbanion, the carbon atom to which the negative charge is attached to 3 other carbon atom. ഇതിൽ ആരാ more stable? റാഡിക്കൽ പറഞ്ഞു, ഫ്രീ റാഡിക്കൽ പറഞ്ഞു പ്രൈമറി ടു ടേർഷ്യറിയാണ് ഏറ്റവും സ്റ്റേബിൾ. കാർബോകാറ്റയോണിൻ്റെ കേസസിൽ ഞാൻ പറഞ്ഞു ദിസ് ടേർഷ്യറി ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി. ഇവിടെയോ
ഇവിടെ നേരെ തിരിച്ചാണ്. പ്രൈമറി ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ്, അതായത് പ്രൈമറി മോർ സ്റ്റേബിൾ, ദെൻ കംസ് സെക്കൻഡറി, ദെൻ കംസ് ടേഴ്സറി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ മാം എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റെസനൻസ് എഫക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ കൊണ്ടാണ്. പക്ഷെ അത് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതും ക്ലിയർ ആവും. സോ ഇവിടെ ശ്രദ്ധിക്കണം, ദാറ്റ് ഈസ് കാർബാനയോൺ. കാർബാനയോണിൻ്റെ കേസിൽ പ്രൈമറിയാണ് മോർ സ്റ്റേബിൾ. കാർബോ കാറ്റയോണിൻ്റെ കേസിലും ഫ്രീ റാഡിക്കലിൻ്റെ കേസിലും ആരാണ് മോർ സ്റ്റേബിൾ? ടേഴ്സറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ദിസ് ഇസ് ബിക്കോസ് ഓഫ് റെസനൻസ്, നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഇനി ഹെട്രോളിറ്റിക് ക്ലീവേജിന് നമ്മൾ പറയുന്ന വേറെ ഒരു പേരും കൂടെ ഉണ്ട്, അയണിക് ഓർ ഹെട്രോപോളാർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളാർ, അതായത് പോളാറായിട്ടുള്ള ഒരു ചാർജുള്ള പാർട്ടിക്കിൾസ് അല്ലേ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഹെട്രോളിറ്റിക് ഫിഷൻ. ഹോമോളിറ്റിക് ഫിഷൻ എന്ന് പറയുന്ന പേരാണ് നോൺ പോളാർ റിയാക്ഷൻസ് ഒക്കെ പറയുന്നത്. അടുത്ത വളരെ സിമ്പിളാണ്. നമ്മൾ എപ്പോഴും റിയാക്ഷനിൽ കാണുന്നത്, ഞാൻ ഒരു ടോപ്പിക്ക് മിസ് ചെയ്യാത്തത് വെച്ചാൽ NCERT ടെക്സ്റ്റിൽ എങ്ങനെയാണ് തോന്നുന്നത് അതൊക്കെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല. ഇലക്ട്രോണിക് മൂവ്മെൻറ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ. നമുക്കറിയാം ഓർഗാനിക് റിയാക്ഷൻസിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡബിൾ ഹെഡഡ്, അതായത് ഫുള്ളി ഹെഡഡ് ആയിട്ടുള്ള ഒരു ആരോ കാണിക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാഫ് ഹെഡഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണെങ്കിൽ, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഫുൾ ആരോ വെച്ചിട്ട് കാണിക്കും. ഇനി എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നത്? The electron transfer may occur from lone pair becomes a bond pair. Lone pair bond pair ആവാം. എങ്ങനെയാണ് ഒരു ലോൺ പെയർ ബോണ്ട് പെയർ ആവുന്നത്? OH 1 2 3 4 5 6 OH മൈനസ് H പ്ലസുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പം ഞാൻ ഈ പ്ലസ് ഒന്ന് മായ്ക്കുകയാണ്. അപ്പം OH മൈനസ് H പ്ലസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇതിൻ്റെ അടുത്തേക്ക് പോകും. എന്താവും എന്നിട്ട്? ഇപ്പോൾ ഇവിടെ എന്തായി? അതായത് ഇവിടെയുള്ള ലോൺ പെയർ എന്തായി? ബോണ്ട് പെയറായി. കാരണം H പ്ലസിൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ കയ്യിലൊരു ലോൺ പെയർ ഷിഫ്റ്റിംഗ് നടക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ ഹെഡഡ് ഹാരോ കാണിച്ചിട്ട്, ഡബിൾ ഹെഡഡ് അല്ല, ഒരു ഫുള്ളി ഹെഡഡ് ഹാരോ കാണിച്ചിട്ട് നമ്മളിത് കാണിക്കുക. നൗ ദ ലോൺ പെയർ ബിക്കംസ് ബോണ്ട് പെയർ. ഇങ്ങനെ പല റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇനി ബോണ്ട് പെയർ ബിക്കംസ് ലോൺ പെയർ. ബോണ്ട് പെയർ എങ്ങനെയാണ് ലോൺ പെയർ ആവുക? ഓക്കെ, ഇനി ഇവിടെ എന്താവും? ഈ H പ്ലസ് ആയിട്ട് പോവുകയെന്ന് വിചാരിക്കുക. അപ്പം എന്താവും? ഈ ബോണ്ട് പെയർ എന്താവും? ഇതിൻ്റെ അടുത്തേക്ക് വരും. ഇവിടെ എന്തായി? ബോണ്ട് പെയർ ചേഞ്ച്ഡ് ഇൻ ടു ലോൺ പെയർ. ഇനി ബോണ്ട് പെയർ ടു എനദർ ബോണ്ട് പെയർ, CH2 ഡബിൾ ബോണ്ട് CH2, ഒരു H പ്ലസ് വരികയാണ്. ഇതിൽ ന്യൂക്ലിയർ ഫൈൽസും ഇലക്ട്രോഫൈൽസും പല അഡിഷൻ, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതെന്താ? ഇതൊരു ബോണ്ട് പെയർ അല്ലേ? ഇത് ഇവിടെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? CH2 പ്ലസ് CH2 H. ഇവിടെ എന്തായി? ഒരു ബോണ്ട് പെയർ പുതിയ ബോണ്ട് പെയറായി. കണ്ടോ? So electron transfer in a chemical reaction can be either from lone pair becomes a bond pair. Lone pair എന്തായി? ബോണ്ട് പെയർ ആയി. ബോണ്ട് പെയർ becomes a lone pair. ബോണ്ട് പെയർ എന്തായി? ബ്രേക്ക് H പ്ലസ് പോയപ്പോൾ അത് ലോൺ പെയർ ആയി. പിന്നെ ബോണ്ട് പെയർ ടു another bond pair. These are the different ways by which electron movement take place in a കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും ഞാനെന്ന് പറയുന്നുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ പറയാനുള്ളത്. നല്ലോണം മനസ്സിലാക്കണം. അത് നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിക്കാറുണ്ട്. പ്ലസ് ആർ എഫക്റ്റ് എന്താ, പ്ലസ് ഐ എഫക്റ്റ് എന്താണെന്നുള്ള. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് എടുക്കുന്നതായിരിക്കും. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. എല്ലാവരും നന്നായി പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.